ഹലോ ഗൈസ്, നമ്മളുടെ വീക്ക് 2 വന്നിട്ടുണ്ട്. എന്തായാലും കില്ലെങ്കിലും കാർഡ്സൊക്കെയാണ്. എറ്റോ, സ്ലാട്ടൻ, തുറാം, മറഡോണ, വാൻ ബാസ്റ്റൻ, കില്ലെങ്കിലും കാർഡ്സൊക്കെ ഉണ്ട്. യോക്കരസിൻ്റെ കാർഡൊക്കെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ട് ചാനലാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് കൂടി ചെയ്തേക്കുക. ഗൈസ് നമുക്ക് നോക്കാം, വോക്കൗട്ട് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. ഗൈസ് വോക്കൗട്ടില്ല. സോ ഗൈസ് നമുക്ക് ബാലൻഡിയോർ ഒരെണ്ണം ഓപ്പൺ ചെയ്യാം. ബാലൻഡിയോറും വന്നിട്ടുണ്ട്. ഓക്കെ, വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം 106+ ആണ് ബാലൻഡിയോറിന് കൊടുത്തേക്കുന്നത്. ഞാൻ വെച്ചൊരു 108+ ആയിരിക്കും ബാലൻഡിയോറിന് തരിക. അങ്ങനെയൊന്നും ഇവർ തരില്ല ഗെയ്സ്. ഓക്കെ, അതിനും വോക്കൗട്ടില്ല. 106 വ്ലാഹോവിച്ചിന് കാർഡാണ് ഗെയ്സ് കിട്ടിയിരിക്കുന്നത്. സോ നമ്മളെ ലീഗ് എന്തായാലും 25 ലെവലായതിൻ്റെ റിവാർഡുണ്ട്. നമ്മളെ ഇത് വന്നിട്ടില്ല, അതായത് ഗ്രൂപ്പ് ലീഡർ ബോർഡ് റിവാർഡ് വന്നിട്ടില്ല. അത് വന്നിട്ട് നമുക്കൊരു അൺലിമിറ്റഡ് ബണ്ടിലും കൂടി ഓപ്പൺ ചെയ്യാം. സോ നിങ്ങൾക്ക് ആരാണ് ഈ വീക്കിൽ നിന്ന് കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, നമുക്ക് ഇതിനകത്ത് വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം ഉള്ള 10K ജെമ്മ് സേവ് ചെയ്തെനിക്ക് കുറച്ചുകൂടി നല്ലത്. കാരണം നമുക്ക് മറ്റേ 22Kയുടെ ആ ഒരു പാക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ട് എനിക്ക്. ചിലപ്പം ഓപ്പൺ ചെയ്യും. ഞാനൊരു കിടലം കാർഡ് കിട്ടിയാൽ നല്ലതായിരുന്നു. വോക്കൗട്ട് പോലും ഇല്ല. സോ നമ്മളെന്തായാലും ജെമ്മ് സേവ് ചെയ്യണം വെറുതെ ഓപ്പൺ ചെയ്ത് കളയുന്നില്ല. സോ നമ്മളുടെ തേർഡ് അക്കൗണ്ട് അല്ല, സെക്കൻഡ് അക്കൗണ്ടിൽ ഏകദേശം 18K ജെമ്മാണ് ഉള്ളത്. അത്യാവശ്യം കുറേ അധികം പാക്ക് ഓപ്പൺ ചെയ്യാനുള്ള ജെമ്മുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഫസ്റ്റ് 3K ജെമ്മ് പാക്ക് ഓപ്പൺ ചെയ്യാം. ബാലൻഡിയോർ ഇപ്രാവശ്യം ഇവൻ്റ് ആയിട്ടല്ല, ക്വസ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഓക്കെ, വോക്കൗട്ട് ഉണ്ട് ഗെയ്സ്. പോർച്ചുഗൽ റൈറ്റ് ബാക്ക് അറിയില്ല ഗെയ്സ്. ജാവോമാരിയുടെ കാർഡാണ്, 108 റേറ്റഡ്. കുഴപ്പമില്ല, എന്തായാലും തുടക്കം ഗംഭീരം തന്നെയാണ്. സോ നമുക്കിനി എന്തായാലും ബാലൻഡിയോർ പാക്ക് ഓപ്പൺ ചെയ്യാം. അങ്ങനെ സിഡാൻ എങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡബ്ല്യൂ ആയിരിക്കും. സോ അത് കിട്ടാൻ വഴിയൊന്നുമില്ല ഗെയ്സ്. നിങ്ങൾക്ക് ബാലൻഡിയോറിൽ നിന്ന് ഏതെങ്കിലും ഡബ്ല്യൂ പ്ലെയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, വോക്കൗട്ടില്ല. ഇത് ഒറ്റ പാക്കാണ്, വോക്കൗട്ടും ഇല്ല. സോ നമുക്കിനി ഏകദേശം 4 അൺലിമിറ്റഡ് ബണ്ടിൽ ഓപ്പണിങ്ങുള്ള ജെമ്മുണ്ട്. കുറച്ചുകൂടി ഉണ്ടെങ്കിൽ 5 ഓപ്പൺ ചെയ്യായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് അടുത്ത വീക്കിലോട്ട് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കാം ഗെയ്സ്. വലിയ പ്രതീക്ഷകളൊന്നും ഇല്ല ഗെയ്സ്, കാരണം കഴിഞ്ഞ വീക്കിൽ നമുക്ക് അങ്ങനെ തേർഡ് അക്കൗണ്ട് സെക്കൻഡ് അക്കൗണ്ടിൽ കിട്ടിയില്ല. പക്ഷേ മെയിൻ അക്കൗണ്ടിൽ ബെല്ലിംഗ്ഹാമിനെ കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. മെയിൻ അക്കൗണ്ടിൽ ഇനി കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഏതെങ്കിലും ഡബ്ല്യൂ പ്ലെയർ കിട്ടുമെന്നൊന്നും ഉറപ്പൊന്നുമില്ല ഗെയ്സ്. അത്യാവശ്യം ഷാർട്സ് ഗ്രൈൻഡ് ചെയ്തെടുത്ത് കിട്ടുന്നൊരു പ്ലെയർ എടുത്താൽ മതിയായിരുന്നു. ഗെയ്സ് വോക്കൗട്ട് ഉണ്ട്. ഇസാക്ക് പോട്ടെ. സ്ലാട്ടനാണ് ഗെയ്സ്. ഞാൻ വെച്ച് ഗ്യോക്കരസ് ആയിരിക്കുമെന്ന്. സ്ലാട്ടൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട് ഗെയ്സ്. എന്തായാലും നമുക്ക് നമ്മളെ മെയിൻ അക്കൗണ്ടിൽ റഗനോർക്ക് ഇവൻ്റിൽ നിന്ന് കിട്ടിയതാണ് സ്ലാട്ടനെ. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഗെയ്സ്. ഇത് കണ്ടപ്പം ഇസാക്കിൻ്റെ കാർഡില്ലായിരുന്നു. ഞാൻ ഗ്യോക്കരസിൻ്റെ കാർഡാണെന്നാണ് വിചാരിച്ചത്. 112 കാർഡുണ്ട് ഗെയ്സ് ഗ്യോക്കരസിൻ്റെ. എന്തായാലും ഡബിൾ തന്നെയാണ്, കാരണം നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ എന്തായാലും സ്ക്വാഡിലിടും, റാങ്കപ്പും ചെയ്യും. നമ്മളെ മെയിൻ അക്കൗണ്ടിൽ കിട്ടണമായിരുന്നു. ഓക്കെ, ബാക്കിയുള്ള എന്തായാലും വോക്കൗട്ടില്ല. ഒരെണ്ണം കൂടി ഓപ്പൺ ചെയ്യാനുള്ള ജെമ്മുണ്ട്. എന്തായാലും ഒരു ഡബ്ല്യൂ പാക്ക് തന്നെയായിരുന്നു ഗെയ്സ്. ഞാനൊട്ട് പ്രതീക്ഷിക്കാത്ത ഒരെണ്ണമായിരുന്നു അത്. ഗെയ്സ് അടുത്ത നമുക്ക് വോക്കൗട്ട് ഉണ്ടോ നോക്കാം. ഒരു കിടിലം കാർഡ് തന്നുകൊണ്ട് ഇനിയിപ്പോൾ നല്ല കാർഡൊന്നും തരില്ല. ഓക്കെ, 106 പ്ലെയറാണ്. സോ നമ്മളെ തേർഡ് അക്കൗണ്ടിലുണ്ട്. തേർഡ് അക്കൗണ്ടിലും അത്യാവശ്യം ജെമ്മൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും ഈ പ്രാവശ്യം മാത്രമേ ബാലൻഡിയോറിൻ്റെ ഓരോ പാക്ക് ഓപ്പൺ ചെയ്യുള്ളൂ, കാരണം അടുത്ത വീക്ക് നമുക്ക് എന്തായാലും അൺലിമിറ്റഡ് ബണ്ടിൽസും അതുപോലെ തന്നെ 3K ജെമ്മും മാത്രമേ ഓപ്പൺ ചെയ്യുള്ളൂ. കാരണം ബാലൻഡിയോർ ഓപ്പൺ ചെയ്തിട്ട് കാര്യമില്ല. 106+ റേറ്റഡ് കൊടുത്തിട്ടും നമുക്ക് വലിയ ഇതൊന്നും ഇല്ല ഗെയ്സ്. കിട്ടണമെന്ന് യാതൊരു ഇതുമില്ല. പക്ഷെ കുറേ ആൾക്കാർ കിട്ടിയതുകൊണ്ട്. ഓക്കെ, വോക്കൗട്ട് ഉണ്ടാവോ? ഓക്കെ, വോക്കൗട്ട് ഉണ്ട്. എന്തായാലും സോക്രട്ടസിൻ്റെ കാർഡാണോ? അല്ല, ഈ സെൻറ്റർ ബാക്കാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ലൂസിയോയ്ക്ക് വേണ്ടി കുറേ ട്രോൾ വന്ന ആളായിരുന്നു. ഒറ്റേവിയോയുടെ കാർഡാണ്. കുറേ ഒറ്റേവിനെ കിട്ടിയായിരുന്നു എനിക്ക്.
ഓക്കെ, നമുക്ക് എന്തായാലും ബാലൻഡിയോറിൻ്റെ പാക്കും അതുപോലെ തന്നെ കുറച്ച് അൺലിമിറ്റഡ് ബണ്ടിൽസ് കൂടി ഓപ്പൺ ചെയ്യാം. ഓക്കെ, നോക്കാം ഗെയ്സ്, എങ്ങാനൊരു കിടിലൻ പ്ലെയർ കിട്ടിയാലോ. എവിടെ ഈ 106 മേളിൽ പോകുന്നില്ല. ഗോഡ്സേൻ്റെ കാർഡൊക്കെ ഉണ്ട്. കഴിഞ്ഞ കൊല്ലം ഗോഡ്സേൻ്റെ കാർഡ് കുറേ വട്ടം കിട്ടിയതാണ് എല്ലാവർക്കും. സോ നമുക്കിനി അൺലിമിറ്റഡ് ബണ്ടിൽസ് ഓപ്പൺ ചെയ്യാം. എങ്ങനെ നമുക്ക് സ്ലാട്ടനെ കിട്ടിയ പോലെ അതിൽ തുറാമിനെയോ അല്ലെങ്കിൽ മറഡോണേനെയോ അതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡബ്ല്യു ആയിരിക്കും എന്തായാലും. നോക്കാം ഗെയ്സ്. ഓക്കെ, എന്തായാലും ഈ വോക്കൗട്ട് ഉണ്ടോ? ഇല്ല, ഈ വോക്കൗട്ട് ഇല്ല. പെട്ടെന്നുള്ളപ്പോൾ ഒനാനെയാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഒനാനിപ്പം യുണൈറ്റഡ് വിട്ട് കിട്ടില്ല കളിയാണ്. കാര്യം യുണൈറ്റഡ് കിട്ടില്ലെങ്കിൽ സൈനിക്സ് വീണ്ടും കൊണ്ടുവരുന്നുണ്ട്, കാര്യമൊന്നുമില്ല. 105 ഇക്ബാലാണ് ഈസ്. കുഴപ്പമില്ല, നമുക്ക് ഒരു പാക്ക് കൂടി ഓപ്പൺ ചെയ്യാനുള്ള ജമ്മുണ്ട്. അത് കഴിഞ്ഞ് ഈസ് നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ നമ്മൾ കുറച്ച് കോയിൻ പൊട്ടിക്കുന്നതായിരിക്കും ഈസ്. ഞാൻ ഇതുവരെ ആ കോയിൻ എക്സ്ചേഞ്ച് വെച്ചിട്ട് ഒരു പാക്ക് ഓപ്പൺ ചെയ്തിട്ടില്ല. എങ്ങാനൊരു കിടിലൻ പ്ലെയർ കിട്ടിയാലോ ഈസ്, നമുക്ക് നോക്കാം എന്തായാലും. സോ നമ്മളെ കുറച്ച് കോയിൻസ് നമ്മളിപ്പോൾ 4.9 ബില്യൺ ആണ് ഉള്ളത്. സോ ഒരു 300 മില്യൺ പൊട്ടിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. നോക്കാം ഗെയ്സ്. ഓക്കെ, വോക്കൗട്ടില്ല. 106 പ്ലെയറാണ്. 10 ഷാർട്സ്. ഇത് സ്കാമാണോ ഇല്ലെങ്കിൽ നല്ലതാണോ നോക്കാൻ വേണ്ടി മാത്രമാണ്. ഈ 80 മില്യണിൻ്റെ ബാക്കൊന്നും വെർത്തല്ല ഗെയ്സ്. കാരണം 104 + 5 ഷാർട്സൊക്കെ കിട്ടുള്ളൂ. ഇതെന്തായാലും ഓപ്പൺ ചെയ്യാം. എങ്ങാനൊരു വോക്കൗട്ട് കിട്ടിയാൽ ഡബിൾ ആയിരിക്കും, പക്ഷെ നമുക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. ഇത് സ്കാം ബാക്ക് തന്നെയാണ് ഗെയ്സ്. ആരും അങ്ങനെ ഓപ്പൺ ചെയ്യണ്ട, ആരും ഓപ്പൺ ചെയ്തിട്ടുണ്ടാവില്ല.